Hello gamers, welcome back to another episode. Play with Granny. Guys, ഇതൊരു സ്മൂത്ത് ഗെയിമാണ്. പറയാൻ നമ്മൾ ഇതിൽ ഗ്രാനി ആയിട്ടാണ് കളിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു വേറെ ലെവൽ വന്ന അതാണ്. ഗൈസ്, ഇതൊരു സ്മൂത്ത് ആണെന്ന് പറഞ്ഞാൽ സ്മൂത്താണ്. കാരണം നമ്മൾ ഗ്രാനി ആയിട്ടാണ് കളിക്കുന്നത്. അടിക്കത്തിരി പറഞ്ഞ സ്റ്റക്കും ഉണ്ട്. ഇത് മൊബൈൽ വെർഷനാണ്, PC വെർഷൻ അല്ലാത്തത് കൊണ്ടാണ് ഇത്തിരി സ്റ്റക്കൊക്കെ വരുന്നത്. പക്ഷേ ഇത് ഗ്രാനി ഇതുകൊണ്ടാണ് ഈ ഗ്രാനി നമ്മൾ കണ്ടുപിടിക്കുന്നത്. എവിടെയാണ് സൗണ്ട് കേൾക്കുന്നതും അത് എല്ലാം ഇതിൽ അറിയേണ്ടത് കൊണ്ടാണ് ഈ ഗ്രാനിയുടെ ബുദ്ധി എന്ന് നിങ്ങൾ നോക്കൂ. പക്ഷെ നമുക്കിതിൽ സ്ലോലി ആയിട്ടാണ് നടക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ആദ്യ പ്രശ്നം. കുഴപ്പമില്ല കേസ്, എന്ത് അടിച്ചു കൊല്ലാം. എനിക്കറിയില്ല ഗ്രാനി എത്ര ടഫ് ആയിത്ത ഗ്രാനി നമ്മളൊക്കെ കൊല്ലണത്. നമ്മൾ കണ്ടു അടിച്ചു കിട്ടും. അവൻ്റെ ലൈഫ് ഇപ്പം പകുതിയായില്ല. ആയി 100 അടി കൂടെ അടിക്കാം. സ്റ്റക്കായി. അയ്യോ പോകാൻ പറ്റി. അവൻ എസ്കേപ്പ് ആവുന്ന ഇപ്പോൾ ഡോർ കൂടി നേരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈശിപ്പൂശിയാവും. നിങ്ങൾക്ക് അറിയാലോ, അവനെ ഇത്തിരി പാടുള്ളവൻ. അവന് മത്തങ്ങയൊക്കെ കണ്ടുപിടിച്ചു. അയ്യോ സ്റ്റക്ക് പ്രോബ്ലം ഉണ്ട്. അടിച്ചു ഒരടി കൊടുത്തു. എന്താ പോവാത്തെ ഈശിപ്പൂശി സ്റ്റക്കായി. ഓ മൈ ഗോഡ്, സ്റ്റക്കായി ഗൈസ്. ഞാൻ പെട്ടു. 7 6 5 4 3 2 1 തോറ്റു ഗൈസ്. ലോസ്റ്റ് യു ഡിഡ് മേജ് ടു ക്യാച്ച് ദി പ്രിസണർ. ഗൈസ്, ഇത്തവണ നമ്മൾ എന്തായാലും നോക്കാം. നമ്മൾ കുറേ ശ്രമിക്കും. നമുക്ക് ഇത്തവണ കയറി ചെന്ന് അടിവുണ്ടാക്കാം. അതാണ് നമ്മുടെ ഇത്. ഗ്രാനി 1 പോലെയാണ് ഗൈസ്. പക്ഷേ ഇത്തിരി എവല്യൂഷൻസ് ഉണ്ട്. ബ്ലഡ്സൊക്കെയാണ് അതിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കേസ് തോന്നി ഇവിടെയോ അവിടെയോ ഉണ്ടാവും. നമുക്ക് ഈ കാർബോർഡിൻ്റെ അവിടെ മറ്റേ ഇവിടെ നോക്കി ചെക്ക് പ്ലേസ് ഉണ്ട് കേസ്. ഇവിടെ എടുക്കണ്ട. ആ കഷ്ണിനെ തളയാൻ ഇവിടെ ഒളിച്ചിരിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, അവിടെ പൊടിക്കാൻ ലൈഫ് പറഞ്ഞല്ലോ. കണ്ട കേസ്, പൊടിക്കാൻ ലൈഫ് പറഞ്ഞല്ലോ. അവൻ എന്നെ തല്ലിത്ത് പോയി കാസ്. നിക്കടാ, ഗ്രാനീനെ തല്ല നീ ആറടാ മോനെ. എടാ മോനെ, നായിൻ്റെ മോനെ. അയ്യോ പോയി. അവൻ രക്ഷപ്പെട്ടു. എവിടെ അവിടെ സൗണ്ട് ഇൻ ഹാള്. ഇതല്ലേ ഹാള്. സ്റ്റെയർ കേസിന് ഇറങ്ങി വരൂ. ക്യാച്ച് ദി പുഷൻ. നമ്മളിപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് ഇറങ്ങി വരുമോ? കിച്ചണിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കിച്ചണിലും ഇല്ല. ശീശി പൂശിയായ ദേ പോണു. അവനടിക്കാൻ എവിടെ ആ കഷിൻ്റെ തലേന്നോടെ. കഷ്ണി തലയിൽ അടിച്ചു. ഒരടിയും കൊടുത്തിട്ടുണ്ട് കേസ്. സ്റ്റക്കിന്റെ പ്രോബ്ലം ഉണ്ട് കേസ്. ഒരടി കൊടുത്ത് മിസ്. അതൊരു മിസ്സായി കേസ്. സ്റ്റക്കിന്റെ പ്രോബ്ലം ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇപ്പൊ ഞാൻ എവിടെയോ ആണ്. കിട്ടി. ആ തെണ്ടിച്ചക്കൻ നമ്മളെ പണിയൊപ്പിച്ചു കേസ്. എവിടെ ആ ചെക്കൻ? അയ്യോ സ്റ്റക്കാവല്ലേ. ആയില്ല ഭാഗ്യം. എവിടെ താറോട്ട് ഇറങ്ങി കേസ്. നമ്മൾ പണി കൊടുക്കാം. കാറിൻ്റെ അവിടെ ഉണ്ടോ? കണ്ടോ? ഇതേത് അംബാസഡർ ആല് ഗൈസ്. സീറ്റ് ഉണ്ട്, ഭാഗ്യമൊന്നുമില്ല. തോറ്റു. ഇടാ മോനെ നമ്മൾ ഒന്നും കൂടി കളിക്കണം. അല്ലെങ്കിൽ ഞാൻ നാണം കെട്ട് പോകും. അത് എനിക്ക് വിഷമമാണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. അല്ലെങ്കിൽ എൻ്റെ പേര് ഗെയിമിംഗ് മാസ്റ്റർ എന്നല്ല എന്നെനിക്ക് തോന്നുന്നു. കറക്റ്റ് ലെവൽ നമ്മൾ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി കളിച്ചു നോക്കാം. ഇനി എല്ലാം ദൈവത്തിൻ്റെ കൃപ തന്നെ, അല്ലാതെ എന്ത്. പരിപ്പടിയും ചായം കൊടുക്കാം അവന്. ടീ വാടാ, പരിപ്പടിയും ചായം തരാം. പരിപ്പടിയും ചായം എന്നാ പിടിച്ചോ. ആ കഷ്ണിൻ്റെ തലേന്ന് അവിടെ. കഷ്ണിൻ്റെ തലേന്ന് പരിപ്പും ചായയും വേണ്ട തോന്നുന്നു. കഷ്ണി തലയാ വാടാ. കഷ്ണി തലയാ അവനെ കാണില്ല. ഇശുപുഷി അവനെ കാണുന്നില്ല. കഷ്ണി തലയാ. ലിവിങ് റൂം എവിടെയാ? ലിവിങ് റൂം. അവൻ മറ്റേ ലോക്കിന്റെ സ്ഥലത്തിലല്ലോ. മറ്റേ ലോക്ക് പാഡ് എന്താ കീപാഡോ എന്ത് സാധനം ഉണ്ടല്ലോ. അത് കളഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു പെപ്പർ സ്പ്രേ കിട്ടും. പെപ്പർ സ്പ്രേയും കിട്ടും. പിന്നെ അല്ലാതെ വെപ്പൺ കീയോ അല്ലാതെ മറ്റേ മാഗ്നറ്റിക് കീയോ മാസ്റ്റർ കീയോ പെട്ടു. അതെന്തായാലും പെട്ടു. 100% ഉറപ്പാണ്.
4:57 ഗൈസ്. 4:57. Catch the prisoner 15 seconds. Night 1. ഗൈസ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എനിക്ക് 100% ഉറപ്പാണ്. കിട്ടി. പോയി ഗൈസ്. പോയിടാ മോനെ. പൂശി അവൻ കൂടാളിയെടുത്തിന് കൊടുത്താവുന്നു ഗൈസ്. തോറ്റു. ജയിച്ചിരിക്കും. കളിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടു ഗൈസ്. എൻ്റെ ആരാധകരെ ശാന്തമാകൂ. ഇവൻ ഇവിടെ തന്നെയുണ്ട്. അവൻ്റെ പകുതി മുക്കാൽ ലൈഫ് കളഞ്ഞിരിക്കും. പകുതി ലൈഫ് പോയുള്ളൂ. ബാക്കി ലൈഫ് എവിടെ പോയി? പകുതി ലൈഫ് വയസ്സ് പോയുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടു. പകുതി ലൈഫേ പോയുള്ളൂ. പകുതിയിലെ കാൽ 25% ലൈഫാണ് പോയുള്ളൂ. ബാക്കി അവന് എത്ര ശതമാനം ഉണ്ടെങ്കിൽ ബാക്കി അവന് 30% ഉണ്ടെങ്കിൽ ആ തടിയൻ കാലം മണ്ണൻ കഷണ്ടി തലയൻ എവിടെ ഓടി പോവാണ് ഗൈസ്. അവിടെയാണ് നമ്മുടെ സ്പൈഡർ മോനല്ല സ്പൈഡർ. അവൻ എന്നെ പറ്റിച്ചോണ്ട് ഓടി ഗൈസ്. ഞാൻ സ്റ്റക്കായി. ഇല്ല, ഇവനെന്താ ഇവൻ തുറന്നിടണത്? ഇവന് ഗൈസ് ഇവനിറങ്ങി ഓടാനാണ്. ഞാൻ തല്ലാൻ വരുമ്പോൾ എന്താ ബുദ്ധി? ഏതാ ചെക്കൻ പിടിച്ച കിട്ടില്ല. അവനുള്ള പഠിപ്പിച്ചക്കനാണ്. ബുദ്ധിയാണ് അവൻ്റെ പ്രധാനം. അതാണ് ബാത്റൂമിലുണ്ട് അവൻ പണി വെച്ചിട്ട് കയറി ആ ബാട്ടപ്പിൽ കുളിക്കുക തോന്നുന്നു. ഇല്ലല്ലേ, മിസ് സ്റ്റക്കിൻ്റെ പ്രോബ്ലം ആണ്. മൊബൈൽ വെർഷനായി കൊണ്ട് ഇവന് ഓരോ സ്ഥലം തട്ടിയിട്ടല്ലോ എന്നെ വീഴ്ത്താൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഇത് സാധാ ഗ്രാനിയല്ല, GM മാസ്റ്റർ ഗ്രാനിയാണ് ഗൈസ്. അവൻ കുറച്ച് ബുദ്ധിമുട്ടും. അയ്യോ ഗൈസ്, നമ്മൾ ബുദ്ധിമുട്ടി. സ്റ്റക്കായി പെട്ടു. 2 സെക്കൻഡ് 1 സെക്കൻഡ് തോറ്റു ഗൈസ്. നമ്മൾ തോറ്റു. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ട്രൈറ്റ് ചെയ്യണ്ട. അയ്യോ ട്രൈറ്റായി. പരസ്യം വന്നു. പോയി. ഈ പരസ്യത്തിൻ്റെ ഒരു കാര്യം. ഹേ ഫ്രണ്ട്സ്, വി ആർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് കൊടുത്താം. ഞാൻ ഡബ് ചെയ്യാം. ന്യൂ സ്കിൻ ക്യാച്ച് ചെയ്യാണ്. ഗൈസ് ഇപ്പൊ സംസാരിച്ചത് എൻ്റെ മമ്മിയാണ് ഗൈസ്. ഒന്നും വിചാരിക്കരുത് ഗൈസ്. നിങ്ങൾക്കറിയാലോ എൻ്റെ മമ്മിയാണ് സംസാരിക്കണത്. ഇപ്പൊ ഒന്നുകൂടി നമ്മൾ അടിച്ചിട്ടുണ്ട് അവനെ. ഒന്നും കൂടി നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടിക്കാൻ പറ്റുമെന്നോ അറിയില്ല. ക്യാച്ച് ദി പ്രിസണർ ഇൻ 76 സെക്കൻഡ്സ്. ഇത് എനിക്ക് തോന്നി ഇതിൽ അവസാനിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റു പോകുന്ന. എനിക്ക് ഉറപ്പാണ് ഗൈസ് തോറ്റു പോകും. അവസാനിച്ചാൽ ഞാൻ തോറ്റു ഗൈസ്. തൊപ്പിയിട്ട് കഴിഞ്ഞാൽ ഞാൻ തോറ്റു ഗൈസ്. കാരണം ഗ്രാനി കളിക്കാൻ പാവം ഗ്രാനി. നമ്മളെത്ര ഗ്രാനിക്ക് പണി കൊടുത്ത് വെടിവെച്ച് പാവത്തിന് നമ്മൾ കൊല്ലുന്നുണ്ട് ഗൈസ്. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അറിഞ്ഞില്ല ഗൈസ്. എനിക്ക് കരച്ചിലടക്കം വരുന്നുണ്ട്. പാവം ഗ്രാനി. എന്തായാലും ഞാൻ തോറ്റു ഗൈസ് ഗെയിം. കാരണം 48 സ്റ്റക്കിൻ്റെ പ്രോബ്ലം. മൊബൈൽ വെർഷൻ എനിക്ക് ദേഷ്യം കയറുന്നുണ്ട് ഗൈസ്. PC വെർഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കളിച്ചാണ്. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടറില്ല, അത് വേറെ വശം. എന്നാലും ഞാൻ കളിക്കും എങ്ങനെയെങ്കിലും. അത് ഉറപ്പാ. ടോയ്ലറ്റിലേക്ക് പോയാലോ ഗൈസ്? എനിക്ക് കാണില്ല. സ്റ്റക്കാവുന്നുണ്ട്. മുന്നോട്ട് കയറി പോയാൽ മതിയായിരുന്നു. അവൻ എന്നെ പറ്റിച്ചു. ഞാൻ അങ്ങനെ തോറ്റു. അപ്പോൾ കേസ് എനിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. ഞാൻ തോന്നുന്നത് എനിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പാർട്ട് ഇടാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് ഇത്തിരി ടഫാണ്. സ്റ്റക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരേ ഒരു പ്രോബ്ലം. എനിക്ക് തോന്നുന്നത് സ്റ്റക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ എനിക്ക് മൈക്ക് ഓഫായി പോണു. എനിക്ക് തോന്നുന്നത് വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
അപ്പോൾ കൂടാതെ ഇതിനടുത്ത് വരെ എന്ത് ഇടാൻ പറ്റി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.